Blessed be the name of the Lord. നിങ്ങളെല്ലാവരെയും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. എനിക്കറിയാം ഒത്തിരി പേര് വളരെ താല്പര്യത്തോടും പ്രതീക്ഷയോടും വളരെ പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും കൂടെയൊക്കെയാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കയറിയേക്കുന്നത്. ദൈവം അതിനൊത്തവണ്ണം തന്നെ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യട്ടെ. ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട, നാം അറിഞ്ഞിരിക്കേണ്ട, നാം ബോധവാന്മാരായിരിക്കേണ്ട ഒരു മേഖലയാണ് ഇന്ന് നാം ചിന്തിക്കാനായി പോകുന്നത്. വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗങ്ങളും? ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മളിതിലൊക്കെ ആശ്രയിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? നമ്മളെ അതിനൊക്കെയാണോ ദൈവം വിളിച്ചേക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതും പഠിക്കേണ്ടതും അതിൻ്റെ വചനങ്ങളെ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവിക വചസ്സുകളെ നാം അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുമൊക്കെ നാം ഇന്ന് മനസ്സിലാക്കാനായി പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് ശക്തമായി ഇതിനകത്ത് ഈ മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ബ്ലാക്ക് മാജിക്സ് ഒക്കെ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവനുള്ള വചനത്താൽ തൻ്റെ ആത്മാവിനാൽ വിടുതൽ കൽപ്പിക്കാനും കൂടെ കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന പക്ഷം, നിയോഗിക്കുമെങ്കിൽ, ആത്മാവ് പ്രേരണ തരുമെങ്കിൽ നമ്മൾ ഇന്ന് ആ ഒരു ഘട്ടത്തിലേക്കും കൂടെ കയറാനും നമ്മൾ ആ ഒരു പൈശാചിക കോട്ടകളെ ഇന്ന് ദൈവത്തിൻ്റെ ശക്തിയാൽ തകർക്കാനും കൂടെ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ തന്നെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊറുതിമുട്ടുന്ന ആൾക്കാരെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ അവർക്ക് ദൈവവചനം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ആദ്യമായിട്ട് ആരെങ്കിലും ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മീറ്റിംഗ് ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടത്തപ്പെടുന്നുണ്ട്. ഞായറാഴ്ച ഒഴികെ രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നമ്മുടെ മീറ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഈവനിങ് നമുക്ക് മീറ്റിംഗ് ഉണ്ട്, വൈകിട്ട് 6:30 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അല്ലാത്ത മോർണിംഗ് മെസ്സേജ് നമുക്ക് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 6:30 മണി മുതൽ 7:15 വരെയൊക്കെ നമ്മുടെ മീറ്റിംഗ് മെസ്സേജ് പോവും. നിങ്ങളതിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹം തന്നെയാണ്. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒപ്പം എനിക്കും വളരെ ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ മീറ്റിങ്ങുകൾ ഒന്നും നിങ്ങൾ വെറുതെ കാണരുത്. ദൈവത്തിൻ്റെ വചനം ഞാൻ ഈ അടുത്ത ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെക്കുറിച്ചാണെങ്കിലും ദൈവശാസ്ത്രത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്. ഈ പറയുന്ന പോലെ കിടന്ന് നമ്മൾ ഈ ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കുന്നതും ഈ ബഹളം വയ്ക്കുന്നതും ഈ എന്തൊക്കെയോ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതും നമ്മൾ എന്തൊക്കെയോ വിശ്വസിക്കുന്നതും അതൊന്നും അല്ല ദൈവം ശരിയായ ആരാധനയായി അംഗീകരിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതിനപ്പുറമായൊരു തലമുണ്ട്. നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മീൻ പിടിക്കണമെങ്കിൽ അത് കടലിൽ വല എറിഞ്ഞാലേ പറ്റൂ എന്നതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വ്യക്തമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പുറമേ നിന്ന് പഠിക്കാനുണ്ടെങ്കിൽ അതും പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കാൻ പറ്റും. അല്ലാത്ത എല്ലാ പേരും തകർന്നു പോകും. ഇന്ന് പലരും
ട്രാക്കിൽ നിൽക്കുന്നതിൻ്റെയും ട്രാക്കിൽ നിൽക്കാത്തതിൻ്റെയും ഒക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒത്തിരി കാര്യങ്ങളെ എന്നെ കർത്താവ് മനസ്സിലാക്കിക്കുന്നു, എൻ്റെ ചിന്തകളിൽ കൊണ്ടുവരുന്നു, എന്നെ അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ. നിങ്ങൾ ഒരിക്കലും കരുതരുത് കർത്താവ് കൊണ്ടുവരുന്നു, എന്നെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അതിശയത്തോടെ നിങ്ങൾ കാണരുത്. ദൈവം നമ്മളെ ഒരു പ്രത്യേക സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടത്തിൻ്റെ നടുവിൽ, ഒരു പ്രത്യേക വ്യക്തിയുടെ നടുവിൽ, ഒരു പ്രത്യേക സംഭവത്തിൻ്റെ നടുവിലൊക്കെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ, അനുവദിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളതൊക്കെ ആത്മാവിൽ നമ്മൾ ഗ്രഹിച്ചാലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശരിയായ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ജയമുണ്ട്. അപ്പോൾ തന്നെ അടുത്ത ദിവസം നമ്മൾ ഡിമൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഡിമൺ, നമ്മൾ ഈ പിടിക്കുന്നതും തൊടുന്നതും മുഴുവനും പിശാചിൻ്റെ തോളത്തം കയറുക. സാത്താൻ്റെ തോളത്ത് കയറരുതെന്നല്ല കേട്ടോ, സാത്താനെ തകർക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് ഡിമൺ എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഒരുപാട് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന തന്നെയാണ് എന്നെ പോലുള്ള ദൈവദാസന്മാരെ നിലനിർത്തിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ അടുത്ത ഡിമൺ എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വളരെ കാര്യമായി പഠിക്കും. നമ്മൾ ആ ഡിമണിനെ തകർക്കാനുള്ള ദൈവശക്തിയെ നമ്മൾ ദൈവത്തോട് ചോദിക്കും. ഇതൊന്നും നമുക്കൊരു മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതല്ലല്ലോ. നമ്മൾ ആ ദൈവശക്തി ദൈവത്തോട് ചോദിക്കും, നമ്മൾ അതിനെ തകർക്കും, നമ്മൾ ജയിക്കും. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മളെ കൊണ്ടുപോകും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ നേരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കേൾക്കാനായി പോവുകയാണ്. എല്ലാവരും അതിനാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനും അതിന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗങ്ങളും പ്രാചീന കാലത്ത് മുതൽ ഇപ്പോഴും ചെയ്തു വരുന്നതാകുന്ന ഒരു കർമ്മമാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. ക്ഷുദ്രപ്രയോഗങ്ങൾ കാര്യസാധ്യത്തിനും മറ്റുമായി ചെയ്തു വരുന്നതാകുന്ന മറ്റൊരു തരത്തിലുള്ള കർമ്മങ്ങൾ. മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മന്ത്രവാദത്തിൻ്റെ സഹായത്തോടെ മന്ത്രങ്ങൾ കൊണ്ട് വാദിച്ച് തന്നെയാണ്, ചൊല്ലി തന്നെയാണ് ക്ഷുദ്രവാദ കർമ്മങ്ങളുമെല്ലാം ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞ് ഞാനത് അവിടെ അങ്ങ് നിർത്തുകയാണ്. അതിനകത്തേക്ക് ആധികാരികമായിട്ടോ മറ്റൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഫോക്കസ് ദൈവവചനത്തിനകത്തേക്കാണ്. വാട്ട് ബൈബിൾ സെയ്സ്, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, ദൈവവചനത്തിൻ്റെയും ദൈവവാക്യത്തിൻ്റെയും ദൈവിക ശൈലിയിലും അതിൽ നിന്ന് തന്നെ ഞാൻ കടമെടുത്ത് പറയട്ടെ, ദൈവം വെറുക്കുന്ന ഒരു കാര്യമാകുന്നു മന്ത്രവാദവും ക്ഷുദ്രകർമ്മങ്ങളും. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യമാണ്, എന്തൊക്കെ അതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാലും അതിന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനങ്ങളും ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിനപ്പുറം നമുക്കതിനെ കാണാനില്ല. ദൈവം ഇഷ്ടപ്പെടാത്തതല്ല, സ്നേഹിക്കാത്തതല്ല, ദൈവം മൈൻഡ് പോലും ചെയ്യാത്ത കാര്യം എന്നല്ല, ദൈവം വെറുക്കുന്ന കാര്യമാണ് മന്ത്രവാദവും ക്ഷുദ്രകർമ്മങ്ങളും. ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കി കുളം തോണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ക്ഷുദ്രകർമ്മങ്ങൾ, മന്ത്രവാദങ്ങളിലൂടെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ദൈവമക്കളെ, വിശുദ്ധ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ.
നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. എന്ത് ദൈവത്തെ അറിഞ്ഞവൻ പഠിക്കണമെന്നും എന്ത് ദൈവത്തെ അറിഞ്ഞവൻ മാതൃകയാക്കണമെന്നും ദൈവത്തെ അറിഞ്ഞവൻ എങ്ങനെ ആയിരിക്കണമെന്നും കൂടെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. നിന്നെ ഒരിടത്തെത്തിക്കുന്നത് മന്ത്രവാദമല്ല, നിന്നെ ഒരിടത്തെത്തിക്കാമെന്ന് പറഞ്ഞത് മന്ത്രവാദിനിയുമല്ല, നിന്നെ ഒരിടത്തെത്തിക്കാമെന്ന് പറഞ്ഞത് ആ ദേശത്തിലെയോ നീ നിൽക്കുന്ന ദേശത്തിലെയോ ഒരു വ്യക്തിയുമല്ല. എത്താൻ വേണ്ടി നീ മന്ത്രത്തെ പിടിക്കണ്ട, എത്തിക്കാൻ വേണ്ടി നീ അതിൽ ആശ്രയിക്കണ്ട, നടക്കാൻ വേണ്ടി നീ അതിൽ പോകണ്ട, നടത്തിയെടുക്കാൻ വേണ്ടിയും നീ അതിൽ പോകണ്ട. വേദപുസ്തകം പറയുന്നു, ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയതിന് ശേഷം, അർത്ഥം ഞാൻ ഈ പറഞ്ഞ കർമ്മങ്ങൾ നിന്റെ കയ്യിലേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല, നിന്റെ കയ്യിലേക്ക് എന്തെങ്കിലും അഥവാ കൊണ്ടെത്തിച്ചു എന്ന് നിനക്ക് തോന്നിയാൽ ഇരട്ടി തകർച്ചയിലേക്ക് അധികകാലം കഴിയുന്നതിന് മുൻപേ ഇത് നമ്മെ വലിച്ചു കൊണ്ടുപോകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും എല്ലാം കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിനകത്ത് നിന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിനായിട്ട് നിന്ന ചില വ്യക്തികൾ മാത്രം എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ ജീവിതത്തിലെ ടെസ്റ്റിമണിയൊക്കെ വളരെയേറെ പ്രചോദനം തരുന്നതാണ് എന്നുമെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് നമുക്ക് ദൈവം വെറുക്കുന്ന ഒരു കാര്യമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത്, ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദേശം തരുന്നതും ജോലി തരുന്നതും ബന്ധം തരുന്നതും ലൈഫ് പാർട്ട്ണറെ തരുന്നതും എല്ലാം ദൈവമാണ്. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം മീൻസ് ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കിയാൽ, ദൈവം നിങ്ങളെ എന്തെങ്കിലും ഒന്ന് നൽകി അനുഗ്രഹിച്ചാൽ, ദൈവം നിങ്ങളെ എന്തെങ്കിലും ഒന്നിൽ അപ്പോയിന്റ് ചെയ്താൽ ശേഷം, എത്തിയതിന് ശേഷം നീ അവിടുത്തെ ജാതികളുടെ നടപ്പ് മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. നോക്കിയേ, തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പ് ആകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നീ നീക്കിക്കളവാനിരിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്ക് കേട്ട് നടന്നു. നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല. വ്യക്തമായ ഒരു നിയമാവലി തന്നെ എനിക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ദൈവം. വ്യക്തമായ നിയമാവലി, അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമാകുന്ന കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. സഹോദര, നിന്റെ ജീവിതത്തിൻ്റെ സമാധാനത്തിനെങ്കിലും സ്വസ്ഥതയ്ക്കെങ്കിലും വിടുതലിനെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, നിങ്ങളുടെ ചിന്ത ഇല്ലായ്മ കൊണ്ട് ആരെങ്കിലും ഇത് നല്ലത്, ഇത് ഫലം തരുന്നത് എന്ന വാക്ക് നിങ്ങളോട് പറഞ്ഞതിനെ പ്രതി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ,
നിങ്ങൾ അതിനുവേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ഇന്ന് പരിശുദ്ധാത്മാവ് അത് ക്ഷമിച്ചു തരാനും തക്കവണ്ണം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവ് അത് ക്ഷമിച്ചു തരാനും തക്കവണ്ണം വിശ്വസ്തനാണ്. നിങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, നിങ്ങൾക്ക് ഈ വചനത്തെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. അവിടുന്ന് ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് വെറുപ്പാണ്, അത് അനുവദിച്ചിട്ടില്ല എന്ന് ദൈവാത്മാവ് പറയുന്നു. അതുപോലെ തന്നെയാണ് കർത്താവ് 9-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം നിന്നെ എത്തിച്ച ശേഷം. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ചിലത് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയം ഒന്നുമില്ലാത്ത സമയത്തായിരിക്കത്തില്ല. നമ്മളെ ദൈവം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് എത്തിക്കുന്ന, ഏതെങ്കിലുമൊക്കെ ഒരു 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 നിലവാരത്തിൽ ദൈവം എത്തിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അകന്നു പോയിട്ടുള്ളത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പഴയ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നാണെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണെങ്കിലും എല്ലാം നമ്മൾ അകന്നു പോകുന്നത് ഒരിക്കലും ഒന്നുമില്ലായ്മയുടെ സമയത്തല്ല. ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിതം കഴിച്ചു കൂട്ടാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത്, ഒരു ദേശത്ത് ദൈവം നമ്മളെ എത്തിച്ചതിന് ശേഷം നമ്മൾ ചില സാഹചര്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വളരെ നല്ല നിലയിൽ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുള്ള, എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ആ ഒരു ഉദാഹരണം നിങ്ങളോട് പറയുന്നത്. ജീവിതം ഒരു മെച്ചപ്പിടിക്കുന്നതുവരെ ദൈവം വേണം, പ്രാർത്ഥന വേണം, കൂട്ടായ്മ വേണം, പ്രഭാത പ്രാർത്ഥനകൾ വേണം. ജീവിതം ഒന്ന് മെച്ചപ്പെട്ടാൽ, പ്രാർത്ഥനകളുടെ ഉത്തരങ്ങളൊക്കെ ഒന്ന് കിട്ടി, ജീവിതം ഒന്ന് മെച്ചപ്പെടണമെന്ന് തന്നെയില്ല, അവർക്ക് പഴയ വിഷയത്തിൽ നിന്നൊരു വിടുതലായി കരകയറിയാൽ അവർ മെല്ലെ മാറിപ്പോകുന്നൊരു ഒരു സാഹചര്യം, ഒരു സവിശേഷത ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വചനം പറയുന്നത്, എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. പഠനത്തിനു പുറമെ മറ്റൊരു പഠനം, ശീലങ്ങൾക്ക് പുറമെ മറ്റൊരു കീഴ്വഴക്കം, പഠനങ്ങൾക്ക് പുറമെ മറ്റൊരു പഠനം, ശീലങ്ങൾക്ക് മുൻപേ മറ്റ് ചില കീഴ്വഴക്കങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കൊണ്ടുവരരുത്. കാരണം ദൈവത്തിന് വെറുപ്പല്ലാത്തതും ദൈവത്തിന് അനുവദനീയവുമായ കാര്യമാണ് എൻ്റെ ശീലങ്ങളാക്കി കർത്താവ് എൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ മാറ്റിയത് എങ്കിൽ, പിന്നെ വരുന്ന കാലഘട്ടത്തിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന, ദൈവം എന്നെ എത്തിക്കുന്ന, ദൈവം എനിക്ക് തരുന്ന ദേശത്തെത്തിയതിന് ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ, അത് എന്തു തന്നെയാണെങ്കിലും, അതവരുടെ സംസാര ശൈലിയായിരിക്കാം, അതവരുടെ മറ്റ് രീതികളായിരിക്കാം, മറ്റിഷ്ടങ്ങളായിരിക്കാം, ഒന്നും തന്നെ നീ പഠിക്കരുത്. അതാണ് ഇവിടെ ഈ തിരുവെഴുത്തിൽ പറയുന്നത്. ഇവിടുത്തെ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അതിലേക്കൊന്നും നീയോ നിന്റെ മക്കളോ കടന്നു ചെല്ലാൻ പാടില്ല എന്ന് ദൈവം വ്യക്തമായി പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ തിരുവെഴുത്ത്, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലേവ്യർക്ക് എഴുതിയ പുസ്തകത്തിനകത്താണ്. ഇത് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ മരണശിക്ഷയാണ് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത്. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 27 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നവൻ മരിക്കണം, ഇങ്ങനെ ചെയ്യുന്നവന് മരണശിക്ഷയുണ്ട്. ഞാൻ ഇതിനകത്തുനിന്നൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. 2 കാര്യങ്ങളാണ്. ഒന്ന്, സാത്താൻ ശ്രമിക്കുന്നത്, പിശാച് ശ്രമിക്കുന്നത്, ഒന്നുകിൽ നിന്നെ
ഈ വിശ്വാസത്തിനകത്ത് തളച്ചിടുക, ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് തളച്ചിടുക. നിങ്ങളെ അതിൻ്റെ അടിമയാക്കി, അതിൻ്റെ ആരാധകരാക്കി, അതിൽ വിശ്വാസമുള്ളവരാക്കി നിങ്ങളെ അതിൽ തുടർത്തിക്കൊണ്ടുപോകുക, അല്ലെങ്കിൽ തുടരാൻ നിങ്ങളെ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ആ തുടർച്ചയിലേക്ക് ക്ഷണിക്കുക. രണ്ടാമത്തെ ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇത് ചെയ്യുന്നവനെ കൊണ്ട് നിന്നെ തകർക്കുക. പക്ഷേ കർത്താവിൻ്റെ വചനമാണ് ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിൽ വിശ്വസിക്കുകയും ഈ വചനത്തിനകത്ത് നിലനിൽക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാതൊരു കൊടുങ്കാറ്റുകളും നിന്നെ ബാധിക്കുകയില്ല. നിങ്ങളെയും ബാധിക്കത്തില്ല, നിങ്ങളുടെ തലമുറകളെയും ബാധിക്കത്തില്ല. ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ഇതുപോലുള്ള പൈശാചിക ശക്തികളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ഇതുപോലുള്ള ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഈ സമയം സ്വർഗത്തിൻ്റെ സാന്നിധ്യം വ്യാപിച്ചു തുടങ്ങട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബന്ധനങ്ങൾ അറുക്കപ്പെടട്ടെ. ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദുഷ്കർമ്മങ്ങളുടെ ചങ്ങലകൾ അഴിയട്ടെ. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ആ കെട്ടുകളെ പൊട്ടിച്ചു തുടങ്ങുക. ദൈവ സാന്നിധ്യം നിന്നെ ഈ ഒരവസ്ഥകളിൽ നിന്ന്, മന്ത്രവാദങ്ങളിൽ നിന്ന്, ക്ഷുദ്രപ്രയോഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകട്ടെ. യെശയ്യാ പുസ്തകം 47-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. യെശയ്യാ പുസ്തകം 47-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. യെശയ്യാ പുസ്തകം 47:12. ഒന്നുകിൽ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം നമുക്കുണ്ടാകണം. നമ്മുടെ ദേശത്തെ സംരക്ഷിക്കാനോ, നമ്മുടെ വീട്ടുകാരെ സംരക്ഷിക്കാനോ, നമുക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനോ, നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനോ നമുക്കിതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം വേണം. എന്നാൽ വേദപുസ്തകം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? യെശയ്യാ പുസ്തകം 47-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം നോക്കി. നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക. പക്ഷെ ഫലിക്കും, പക്ഷെ നീ പേടിപ്പിക്കും. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ താളടി പോലെയായി തീക്കിരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കുകയില്ല. അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയുമല്ല. ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്. നിന്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തൻ താൻ്റെ ദിക്കിലേക്ക് അലഞ്ഞു പോകും. ആരും നിന്നെ രക്ഷിക്കുക ഇല്ല. ഇത് ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കുമുള്ള താക്കീതാണ്. നമ്മുടെ ദേശത്തെ സംരക്ഷിക്കാൻ ഇതൊന്നും പര്യാപ്തമല്ല. സകലവും ഒരു വാക്കുകൊണ്ട് നിർത്തിയിരിക്കുന്ന കർത്താവ്, ഒരു വാക്കുകൊണ്ട് സകലത്തെയും നിയന്ത്രിച്ചു വച്ചിരിക്കുന്ന, നിലനിർത്തിയിരിക്കുന്ന കർത്താവ് ഭൂമിക്ക്
ഗുരുത്വാകർഷണ ബലമുണ്ട്. ഒരു സയന്റിസ്റ്റ് ഇങ്ങനെയാണ് ചിന്തിച്ചത്, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചന്ദ്രനെ ഭൂമിയിലേക്ക് വലിച്ചിടാൻ കഴിയുന്നില്ല? സഹോദര, ചന്ദ്രനെ സൃഷ്ടിച്ചപ്പോൾ അതിനെ എവിടെയാക്കി വെക്കണം? അതിനൊരു പ്രവർത്തന മണ്ഡലം ദൈവം കൽപ്പിച്ചാക്കി വീണുപോകാതെ വണ്ണം അതിനെ അവിടെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. സൂര്യനെ ദൈവം സൃഷ്ടിച്ച് അതിനൊരു പ്രവർത്തന തലം കൊടുത്ത് വീണുപോകാതെ വണ്ണം അതിനെ ദൈവം സൂക്ഷിച്ച് എല്ലാം അതതിൻ്റെ ബ്രാക്കറ്റിലിട്ട് ഫ്രെയിം ചെയ്ത് വളരെ സേഫായിട്ട് ദൈവം ഓരോന്നിനെയും ഓരോ സ്ഥലത്താക്കി വെച്ചിരിക്കുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് അവരുടെ സ്ഥാനങ്ങളെ ഇളക്കിക്കളയാൻ കഴിയാതിരിക്കുന്നത് പോലെ ദൈവം ഒരു വ്യക്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളകാതെ വണ്ണം നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഈ പറയുന്ന കർമ്മങ്ങൾക്കോ വ്യക്തികൾക്കോ ദൈവം സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ആ ബ്രാക്കറ്റിൽ നിന്ന്, ആ ഫ്രെയിമിൽ നിന്ന്, ആ പ്രൊട്ടക്ഷനിൽ നിന്ന് തകർത്തെടുക്കുവാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, അവനെ മുടിച്ചു കളയാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി വ്യാപാരം ചെയ്ത് നടക്കുന്നവൻ അവന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ദൈവം സംരക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തിയെയും തകർക്കാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, അതിന് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെയും ജീവിതം വളരെ ദുരിതപൂർവമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നോക്കിയേ, നീ ബാല്യം മുതൽ 11-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും, നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും, നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. മനസ്സിലായോ നിങ്ങൾക്ക്? പര്യാപ്തമല്ല ഈ മന്ത്രവാദമാണെങ്കിലും ക്ഷുദ്രപ്രയോഗങ്ങളാണെങ്കിലും ലക്ഷണവിദ്യയാണെങ്കിലും ഒന്നും തന്നെ പര്യാപ്തമല്ല ദൈവമക്കളെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് സമാധാനം, സ്വസ്ഥത, സുരക്ഷിതത്വം, അനുഗ്രഹങ്ങൾ, ഇതിനൊന്നും പര്യാപ്തമല്ല ഈ പറയുന്നത്. ഇതെൻ്റെ വാക്കല്ല, ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഈ തിരുവെഴുത്ത് ഈ പറഞ്ഞ മന്ത്രവാദമാണെങ്കിലും ക്ഷുദ്രകർമ്മമാണെങ്കിലും നമുക്കൊന്നിനും പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ എല്ലാറ്റിനും പര്യാപ്തമാണ് ദൈവത്തിൻ്റെ വചനമെന്നും കൂടെ ഈ വാക്കിന് അർത്ഥമില്ലേ? ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് ശിരസ്സുകളെ നമിക്കാൻ ഈ വാക്യം തന്നെ പര്യാപ്തമല്ലേ? ഓർത്തു നോക്കിയേ, ഈ ദൈവം നമ്മെ ഏത് നിലയിലും മുൻപോട്ട് നടത്താൻ തക്കവണ്ണം വിശ്വസ്തനാണ്. എവിടെയാണ് പ്രതിസന്ധികൾ, എവിടെയാണ് ലൈഫിലെ സ്ട്രഗിൾസ്, എവിടെയാണ് ബ്ലോക്കുകൾ, എവിടെയാണ് അസ്വസ്ഥതകൾ, എവിടെയാണ് ഡ്രൈനസ്, അതിനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ദൈവം നീക്കി മുൻപോട്ടുള്ള പാതകളെ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരട്ടെ. അടുത്ത പറയുന്ന ഇതാണ്, സ്വപ്നവ്യാഖ്യാനം നടത്തുവാൻ ഇവർ അശക്തരാണ്. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 2-ാമത്തെ അധ്യായം ഒന്ന് നോക്കിയേ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം. നമ്മൾക്ക് സ്വപ്നവ്യാഖ്യാനം നടത്താനെന്ന് മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാനും ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് സാധിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. Thank you, Holy Spirit. Ralkhaba shikenia arthana baushada gajaba rabasturi dibidi gadagasianthala rabaushide jadunibi.
ദാനിയേലിന്റെ പ്രവചന പുസ്തകം 2:2 നോക്കിയേ. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഒന്ന് മുതൽ നോക്കിയേ. 1 മുതൽ. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതെയായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു. രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് കൽദയർ അരാമ്യഭാഷയിൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, സ്വപ്നമടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്നുണർത്തിച്ചു. തുടങ്ങി അങ്ങോട്ടേക്ക് പോകുമ്പോൾ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് നോക്കണം. കൽദയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിൻ്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ അഭിചാരകനോടോ കൽദയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അതറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. സ്വപ്നം കണ്ട രാജാവ് സ്വപ്നം മറന്നുപോയി. സ്വപ്നവും അർത്ഥവും ബോധിപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ, കണ്ടത് പിന്നെ കാണാനില്ലാതെയായി. അത് കണ്ടു കിട്ടുകയും അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും വേണം. ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നത് ലഭിക്കാതെയായി. പരിഹരിക്കപ്പെടുമെന്ന് കരുതിയത് പരിഹരിക്കപ്പെടാതെയായി. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും അതിലൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അവരുടെ തന്നെ വായ മൊഴിഞ്ഞവർ പറയുന്നത് ഇങ്ങനെയാണ്: ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ. ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ആ സാധ്യതയും എത്ര വലുതാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കുക. വെളിപ്പെടാത്തത് വെളിപ്പെടുത്തുവാൻ, കാണാത്തത് കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആ കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ച് ഒന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞ്, നാഥ, എൻ്റെ ജീവിതത്തിൽ നീ വാൻ കാര്യങ്ങളെ ചെയ്യണമേ. ജീസസ്. കണ്ടോ എത്ര വലിയ കാര്യമാണ് അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നതെന്ന്. കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഈ മന്ത്രവാദം കൊണ്ടും ക്ഷുദ്രപ്രയോഗം കൊണ്ടും ഒരു വ്യക്തിയുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് തെളിവുകളില്ല. എന്നാൽ അവരുടെ അവസ്ഥ എന്താണ് എന്ന്, എന്തായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ. ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വരിക. നിങ്ങളതിലൊക്കെ ആശ്രയിക്കുന്നവരാണെങ്കിൽ, എനിക്കറിയാം, ഒത്തിരി ആൾക്കാരെ അറിയാം. ഈ ക്രിസ്തീയ സമൂഹത്തിൽ നിൽക്കുന്നവരിൽ തന്നെയുണ്ട് ഈ കാര്യങ്ങൾക്ക് പോകുന്നവർ, ഒത്തിരി പേര്. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ ഇത് അറിയിക്കുന്നത്, ഒരു മഹാദോഷം നിങ്ങളെ വിട്ട് മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. തിരിച്ചു വരാമോ? കർത്താവിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരാമോ? പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ആരാധിച്ച പൊട്ടാത്ത ചങ്ങലകളില്ല. തകരാത്ത അടിസ്ഥാനങ്ങളില്ല. ഗൂഢമായത് വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം. 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നോക്കിയേ. മന്ത്രവാദികൾക്കും അവിചാരകന്മാർക്കും കൽദയർക്കും ക്ഷുദ്രക്കാർക്കും കഴിയാത്തത് ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. വെളിച്ചം അവനോട് കൂടെ വസിക്കുന്നു. ഞാൻ നിങ്ങൾ അന്ധകാരത്തിനകത്തല്ല, ദിവ്യപ്രകാശത്തിനകത്താണ്. വെളിച്ചം അവനോട് കൂടെ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദാനിയേൽ പറയുന്നതാണ്, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. സഹോദര, നീ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ ദൈവം നിന്റെ കൺമുമ്പിൽ കാണിക്കും. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരാത്മീയ തലം നിങ്ങൾ അനുഭവിക്കാൻ, വെളിപ്പെടുത്താൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കൈയെഴുത്ത് മായ്ക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ വീണ്ടും പറയുന്നു.
അതായത് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എഴുതി വെച്ചത്, ദൈവത്തിൻ്റെ കൈയെഴുത്ത്, ദൈവത്തിൻ്റെ വിധികൾ മായ്ക്കുവാൻ ഈ പറയുന്ന ഒന്നിനും സാധ്യമല്ല. ഈ പറയുന്ന ഒന്നിന് ദാനിയേലിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വായിൽ നോക്കിയ രാജാവ് ഉറക്കെ വിളിച്ചു, അഭിചാരകന്മാരെയും കൽദയരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട് ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ 3-ാമനായി വാഴും എന്ന് കൽപ്പിച്ചു. 8-ാമത്തെ വാക്യം, അങ്ങനെ രാജാവിന്റെ വിദ്വാൻമാരൊക്കെ അകത്തു വന്നു. എങ്കിലും എഴുത്തു വായിപ്പാനും രാജാവിനെ അർത്ഥം അറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ബേൽശസ്സർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവന്റെ മുഖഭാവം മാറി, അവന്റെ മഹത്തുക്കൾ അമ്പരന്നു പോയി. അവസാനം ഇതാരാ ചെയ്തതെന്നറിയാമോ? 11-ാമത്തെ വാക്യത്തിൽ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളൊരു പുരുഷൻ തിരുമനസിന്റെ രാജ്യത്തുണ്ട് എന്നറിയിച്ച് താഴോട്ട് പറയുന്നു, അവന് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ ബേൽശസ്സർ എന്നും പേര് വിളിച്ച ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കയാൽ രാജാവ് അവനെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും കൽദയർക്കും ശകുനവാദികൾക്കും അധിപതിയാക്കി വെച്ചു. ഏതെങ്കിലും ഒരു സ്ഥാനം സ്വന്തമാക്കാൻ മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗങ്ങളും കൊണ്ട് കഴിയില്ല. നഷ്ടപ്പെട്ടു പോയത് മടക്കിക്കൊണ്ടുവരാൻ കഴിയുകയില്ല. ഉള്ളതിനെ നശിപ്പിച്ചു കളയാൻ വിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധിക്കുകയില്ല. ആഭിചാരകന്റെയും മന്ത്രവാദിയുടെയും ക്ഷുദ്രപ്രയോഗക്കാരന്റെയും കൽദയരുടെയും മുകളിലാണ് ദൈവത്തിന്റെ ആത്മാവുള്ളൊരു മനുഷ്യൻ. സഹോദര, മനസ്സിലായോ? സഹോദരി, നിനക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ ഇതിന്റെ ഒക്കെ മുകളില. നീ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച തകരാവുന്ന പോരാട്ടങ്ങളെ നിന്റെ ജീവിതത്തിൽ ഉള്ളൂ. നീ ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റ തകരാവുന്ന ദുർശക്തികളെ ഉള്ളൂ. മന്ത്രവാദികളും ആഭിചാരകന്മാരും ലക്ഷണവിദ്യ പറയുന്നവരും കൽദയരും അഞ്ജനക്കാരും ക്ഷുദ്രപ്രയോഗക്കാരും നോക്കി നിൽക്കെ, മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കെ, ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ കത്ത് വായിച്ചർത്ഥം ബോധിപ്പിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിലൊന്ന് നിറഞ്ഞേ. കർത്താവ് ഇതുപോലുള്ള ജ്ഞാനം ഇന്ന് ആരുടെയൊക്കെയോ മേൽ പകരട്ടെ. ആരാണ്? ആമേൻ. ദൈവത്തിന്റെ ആത്മാവുള്ളൊരു മനുഷ്യൻ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ മുകളിലാണ്. സഹോദര, നീ ആരാധിച്ചാൽ, സഹോദരി, നീ ആരാധിച്ചാൽ, ദൈവശക്തി സ്വീകരിച്ചാൽ നീ ഇതിൻ്റെ മുകളില. ഇന്ന് നിന്നെ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും പോരാട്ടങ്ങളും നിന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അത് കട്ടാകുകയാണ്. പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ സാന്നിധ്യം അവിടെ വ്യാപരിക്കുകയാണ്. ദൈവവചനം പറയുന്നു, ബേൽശസ്സർ രാജാവ്, നെബൂഖദ്നേസർ രാജാവ് മന്ത്രവാദികളുടെയും ആഭിചാരകന്റെയും കൽദയരുടെയും ഒക്കെ മുകളിൽ സ്തോത്രം, അഭിഷേകമുള്ളവനെ ആക്കി വെച്ചു. ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചേക്കുന്നത് എവിടെയാ മാനം, ആ സ്ഥാനം ഒന്ന് തിരിച്ചറിഞ്ഞ്, ആ മാനവും ആ സ്ഥാനം ഒന്ന് തിരിച്ചറിഞ്ഞ് എന്നിട്ട് പറഞ്ഞു, യേശുപ്പച്ച അങ്ങനെ ആക്കി വെച്ചേക്കുന്ന തിരിച്ചറിയുന്നു. ഇപ്പോൾ ഈ പോരാട്ടത്തെ ജയിപ്പാൻ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുകയാണെന്നൊന്ന് പറയുമ്പോൾ തന്നെ കെട്ടുകൾ പൊട്ടി തുടങ്ങും. പല ഭവനങ്ങളിലും ആ വിടുതലുകൾ കണ്ടു തുടങ്ങും. കമാൻ, വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. റാൽബ്ര ഹബാസ്ക ബഹാസ്തന ബൗഷദി അംദേൽ ഖനേ പ്രകാശധേരി ആംതരേ റിഗർഥുനിയ റിഗേർഥുവല ഹബ്ധേരഗ ശഗദേരി ആംതുന റിഗാഥബലഗ ബൗട്ടസിയ. കർത്താവേ, ഇപ്പോൾ വിടുതൽ നടക്കട്ടെ. കർത്താവേ, ഇപ്പോൾ വിടുതൽ നടക്കട്ടെ. നിനക്കെതിരായി ഒരായുധവും ഫലിക്കയില്ല. ആഭിചാരം യാക്കോബിന് ഏൽക്കയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല. ആഭിചാരം യാക്കോബിന് ഏൽക്കല്ല. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല.
ഹോ ദൈവത്തിന്റെ തീ 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 തീയിൽ സകല മന്ത്രവാദങ്ങളെ എരിയട്ടെ കർത്താവേ. ഞങ്ങൾക്കൊക്കെ എതിരായി ചെയ്തിരിക്കുന്ന എല്ലാ ദുർമന്ത്രവാദങ്ങളും യേശുവിന്റെ തീയിൽ കത്തട്ടെ. ഇപ്പോ കത്തട്ടെ. യേശുവിന്റെ നാമം കത്തുന്നു കത്തുന്നു. അഗ്നി കത്തുന്നത് പോലെ, അഗ്നി കത്തുന്നത് പോലെ, അഗ്നിമേൽ കത്തുന്ന ഒരു ചണ നൂൽ പോലെ നിനക്കെതിരെയുള്ള സകല കെട്ടുകളും കത്തി മാറുന്നു. നിന്റെ വഴികളെ തടഞ്ഞും കെട്ടിയ സകല കെട്ടുകളും ഒരഗ്നി അഗ്നി അഗ്നി അഗ്നിക്കകത്ത് ചണ നൂൽ പെട്ടതുപോലെ അത് കത്തി കരിഞ്ഞു മാറുന്നു. ഓ ബ്രേക്കാകുന്നു ബ്രേക്കാകുന്നു ബ്രേക്കാകുന്നു. ചില കെട്ടുകൾ ഈ സമയം ബ്രേക്കാകുന്നു. ബന്ധനങ്ങൾ ബ്രേക്കാകുന്നു. മന്ത്രക്കെട്ടുകൾ ബ്രേക്കാകുന്നു. ദുഷ്ടകർമ്മങ്ങൾ പൊട്ടിമാറുന്നു. ഇരുട്ടിന്റെ ശക്തികൾ വീട്ടമാറുന്നു. ഓ ഒരു ഇലക്ട്രിക് പവർ പോലെ ദൈവ സാന്നിധ്യം നിന്നെ സ്വതന്ത്രമാകട്ടെ. കർത്താവേ, ജനത്തെ അങ്ങയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലുകൾക്കായി നന്ദി. ഓ ദൈവത്തിന്റെ മഹാസാന്നിധ്യത്തിനായി നന്ദി. പരിശുദ്ധാത്മ ശക്തിക്കായി സ്തോത്രം. ഈ ശക്തിയിൽ ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഞാൻ ഈ ജനത്തെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നപ്പാ, അനുഗ്രഹിക്കണം. ഞങ്ങളെയും ഏൽപ്പിക്കുന്നു. ഇനിയും അധികം ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറച്ചു കൊള്ളണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇപ്പോൾ രോഗികൾ സൗഖ്യമായതിനായി, ഭാവികൾ മാനസാന്തരപ്പെട്ടതിനായി, പിന്മാറ്റക്കാർ മടങ്ങി വന്നതിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമുകളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവ് ഞങ്ങളുടെ മേൽ പകരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ അത്യാവശ്യ കോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രാവിലെ 6:30 മീറ്റിംഗ്, വൈകിട്ട് 6:30 മീറ്റിംഗ് നിങ്ങൾ മറക്കരുത്. ദിവസം 2 നേരം ഞങ്ങളുടെ ഈ ചാനലിൽ ദൈവവചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് വലിയ കാര്യം നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുന്നത് വരെ ചിന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.